ഡോൺ ലിമോണിൻ്റെ അറസ്റ്റ്, ഈ ബിൽ ഗേറ്റ്സിന് എതിരെയുള്ള ചില അപവാദ പ്രചാരണങ്ങൾ, അതുപോലെ തന്നെ ഈ ഫെഡറൽ ഗവൺമെൻറ് ചെറുകിട അടച്ചുപൂട്ടൽ നേരിടുന്നു. ഇക്കാര്യങ്ങളെല്ലാമാണ് ഇന്നലെയും ഇന്നുമൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഡോൺ ലിമോനെ അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തെ നമുക്ക് പലർക്കും അറിയാം. CNN അവതാരകനായിരുന്നു. അവിടെ ഇരിക്കെ സഹപ്രവർത്തകരുമായിട്ട് ചില ബന്ധം സ്ഥാപിച്ചു. അതിൻ്റെ പേരിൽ രണ്ടുപേരും അവിടെ നിന്ന് പുറത്ത് പോകേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹം സ്വന്തമായിട്ടൊരു ഡോൺ ലിമോൺ എന്ന് പറഞ്ഞൊരു ചാനൽ നടത്തി വരികയാണ് യൂട്യൂബിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മിനിയാപോളിസിൽ ഐസ് റെയ്ഡ് നടക്കുന്ന സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയത്. അപ്പോൾ ആ റെയ്ഡിനെതിരെ ഈ ഒരു പറ്റം ആളുകൾ അവിടെ ഒരു പള്ളിയിൽ അതിക്രമിച്ച് കയറി അത് റിപ്പോർട്ട് ചെയ്യാനാണ് ഡോൺ ലിമോണും അതുപോലെ തന്നെ വേറെ ചില പത്രക്കാരുമൊക്കെ ചെന്നത്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ പള്ളിയിലെ ഒരു പാസ്റ്ററുടെ പേരും അതുപോലെ തന്നെ ഈ ഐസ് ഫീൽഡ് ഓഫീസറുടെ പേരും ഒന്നു തന്നെയാണ്. അപ്പോൾ രണ്ടും ഒരാളായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഈ പ്രതിഷേധക്കാരെല്ലാം പള്ളിയിൽ അതിക്രമിച്ച് കയറിയത്. ആരാധനയ്ക്കെത്തിയവരെ ഒക്കെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര കുറ്റകൃത്യമാണ്. അത് അനുവദിക്കുന്നതല്ല. അത് കടുത്ത നിയമരാഹിത്യമാണെന്ന് പറഞ്ഞാണ് അറ്റോർണി ജനറൽ പാം ബോണ്ടി ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവിട്ടത്. അപ്പോൾ ഈ ഡോൺ ലെമോൺ നേരത്തെ തന്നെ പറയുന്നുണ്ട് താൻ അജിറ്റേറ്ററൊന്നുമല്ല, പത്രക്കാരനാണ്, ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്, അത് എൻ്റെ അവകാശമാണ്, ഫസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരമുള്ള തൻ്റെ അവകാശമാണ് റിപ്പോർട്ട് ചെയ്യുക, അതിനു വേണ്ടി വന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹം ഇത് അതിക്രമിച്ച് കയറി അത് ഭയങ്കര കുറ്റകൃത്യമെന്ന നിലയിലാണ് അറ്റോർണി ജനറൽ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവിട്ടത്. അപ്പോൾ നേരത്തെ ഇതേ സംബന്ധിച്ചൊരു കേസ് വന്നെങ്കിലും ഫെഡറൽ ജഡ്ജി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നതിന് അനുവാദം കൊടുത്തിരുന്നില്ല. വീണ്ടും ഇത് ഗ്രാൻഡ് ജൂറിക്ക് വിട്ടു. അപ്പോൾ ഗ്രാൻഡ് ജൂറി അറസ്റ്റ് ചെയ്യാമെന്നുള്ള നിലപാടെടുത്തു. അങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും അറസ്റ്റ് ചെയ്ത് 5 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് ജാമ്യമല്ല, അദ്ദേഹത്തിന് സ്വന്തം ജാമ്യത്തിൽ പുറത്തു പോകാനായിട്ട് കോടതി അനുവദിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കേസുകൾ ഉണ്ടാവുന്നു. ചെറിയ കേസുകളുടെ ചെറിയ കാര്യങ്ങളുടെ പേരിൽ അറസ്റ്റുകളും മറ്റും ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒട്ടും ഭൂഷണമായ കാര്യമാണെന്ന് തോന്നുന്നില്ല. ചെറിയൊരു കാര്യം. നമുക്കറിയാം ഈ സിദ്ദിഖ് കാപ്പൻ എന്ന് പറഞ്ഞൊരു കക്ഷിയെ UP അറസ്റ്റ് ചെയ്തത് അത് കേരളത്തിലൊക്കെ വലിയ വിവാദമായിരുന്നു. അപ്പോൾ ഹത്രാസ് എന്ന് പറഞ്ഞ അവിടെ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നത്, അതിപ്പോൾ അതിനെതിരെ കേരളത്തിൽ നിന്ന് കുറച്ച് പേര് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മറ്റോ ആളുകളാണ് അങ്ങോട്ട് പോയത്. അവരുടെ കൂടിയാണ് റിപ്പോർട്ടറായിട്ട് ഈ സിദ്ദിഖ് കാപ്പനും പോയത്. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടി അറസ്റ്റ് ചെയ്തു. അപ്പോൾ സിദ്ദിഖ് കാപ്പനും ഇവരുമായിട്ട് ബന്ധമുള്ള ആളാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെയും UAPA അങ്ങനെയുള്ള ഭീകര നിയമം ചുമത്തി വർഷങ്ങളോളം ജയിലിലിട്ടു. ഒടുവിൽ 1-2 വർഷം മുമ്പ് ജാമ്യം അനുവദിച്ചു എന്ന് തോന്നുന്നു. ആ കേസ് ഇതുവരെയും തീർന്നിട്ടുമില്ല. അപ്പോൾ നമ്മൾ ആരുടെ കൂടെ പോകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പത്രക്കാർ അതും പത്രക്കാരെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഗാസായിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പത്രക്കാരനാണ്, ഞാൻ അതിൻ്റെ ലേഖനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ വെടിവയ്പ്പിൻ്റെ ഇടയിൽ ചെന്ന് കുടുങ്ങിയത് തന്നെ. ഒരുപാട് പേര് അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ എന്നാലും അമേരിക്ക പോലൊരു രാജ്യത്ത് ഇവിടെ അങ്ങനെ വലിയ ഗാസ പോലുള്ള ഒരു സ്ഥിതിവിശേഷമൊന്നുമില്ല. അങ്ങനെയുള്ളിടത്തൊരു അറിയപ്പെടുന്നൊരു പത്രക്കാരൻ 30 വർഷത്തിലേറെയായിട്ട് അദ്ദേഹം പത്രപ്രവർത്തനാണ്, എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെയൊക്കെ കേസെടുക്കുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഇനി കോടതിയിൽ നിന്ന് അതിൻ്റെ തീരുമാനം വരട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇനി എപ്സ്റ്റെയിൻ ഒരു മഹാഭാവിയായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ അയാൾ ജയിലിൽ ആത്മഹത്യ ചെയ്തത്. ജയിലിൽ കിടന്ന് ചെയ്ത പാവത്തിന് എല്ലാം പരിഹാരമായിട്ട് അയാൾ ജയിലിൽ തൂങ്ങി മരിക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ ജീവിതകാലത്ത് പണമുണ്ടാക്കിയെന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ വ്യക്തികളെ മുഴുവൻ അയാളുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരാൻ അയക്ക് കഴിയുകയും ചെയ്തു. പ്രസിഡൻറ്റ് ബിൽ ക്ലിൻ്റൺ, പ്രസിഡൻറ്റ് ട്രംപ്, ബിൽ ഗേറ്റ്സ്, ഒരുവിധപ്പെട്ട മനുഷ്യരെല്ലാം. അപ്പോൾ ഇവരെല്ലാം അയാളുമായിട്ട് ബന്ധപ്പെട്ടത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. കാരണം അയാൾ ഈ പെൺവിഷയത്തിൽ, അതും പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നതിൽ അതായിരുന്നു അങ്ങേരുടെ ഹോബി, അങ്ങേരുടെ ജീവിതാഭിലാഷം അതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് അവസാനം ജയിലിൽ ജീവനൊടുക്കുകയും ചെയ്തത്, അറസ്റ്റ് ചെയ്യപ്പെട്ട്. അപ്പോൾ അത് ഇങ്ങേരെ എഴുതിയ ഫയലുകളിലുമല്ല, ഇങ്ങേരുടെ ഏതാണ്ട് 3 മില്യൺ ഫയലുകൾ, ഇയാളുമായിട്ട് ബന്ധപ്പെട്ട 3 മില്യൺ ഫയലുകളാണ് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയത്. അതിൽ ലോകത്തിലെ ഉന്നതന്മാർ പലരുടെയും പേരുകളുണ്ട്. ഉന്നതന്മാരുടെയും ഉന്നത സ്ത്രീകളുടെയും ഒക്കെ ധാരാളം പേരുടെ പേരുകൾ. അപ്പോൾ അതിൽ ബിൽ ഗേറ്റ്സിനെ പറ്റി പറയുന്ന അദ്ദേഹത്തിന് റഷ്യൻ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ചില രോഗം വന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ പെൻസിലിൻ പോലുള്ള ആൻറ്റിബയോട്ടിക് ഗുളികകൾ കഴിച്ചു
പിന്നെ ഭാര്യയ്ക്കും കൊടുത്തു എന്നൊക്കെയാണ് ഈ ഈ റിപ്പോർട്ടിലെ പരാമർശം. ഇങ്ങനെയുള്ള ഹീനമായിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ റിപ്പോർട്ടുകളിൽ പലരെ പറ്റിയും മീരാ നായർ മുതൽ മെലനിയ ട്രംപ് വരെ അങ്ങനെയുള്ളവരുടെ എല്ലാം പേരുകളെല്ലാം ഇതിലെല്ലാം പരാമർശിക്കുകയും ചെയ്യുന്നത്. ഇതിൽ എത്ര കണ്ട് വാസ്തവമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും ആളുകളെ നാറ്റിക്കുന്നതിൽ എപ്സ്റ്റെയിൻ ഫയലുകൾക്ക് വലിയ പങ്കുണ്ട്. ആളുകൾ പിന്നെ പിന്നെ മോശമായ പ്രവൃത്തി ചെയ്താലും ഇല്ലെങ്കിലും അവർക്കെതിരെയെല്ലാം ഇങ്ങനെയുള്ള നാറ്റക്കേസുകൾ ഉണ്ടാവുന്നതിന് ഈ ഫയലുകൾ കാരണമായി എന്നുള്ളൊരു വസ്തുത തന്നെ. എന്തായാലും ഇതിൻ്റെ കൂടെയാണ് ഈ ഫെഡറൽ ഗവൺമെൻറ് ഒരു ചെറുകിട അടച്ചുപൂട്ടൽ. ഈ സെനറ്റിൽ ഏതാണ്ട് 1.2 ട്രില്യൻ്റെ ബജറ്റ് പാസ്സായി. പക്ഷേ അത് കോൺഗ്രസ് കൂടി അംഗീകരിക്കണം, ലോവർ ഹൗസ് കൂടി അംഗീകരിക്കണം. പക്ഷേ കോൺഗ്രസ് പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. ഇനിയിപ്പോൾ അവർ തിങ്കളാഴ്ച അവർ യോഗം ചേരുള്ളൂ. അപ്പോൾ അതുവരെ ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ ഈ ബജറ്റ് പാസ്സാക്കുന്നത് വരെ ആ ഫെഡറൽ ഗവൺമെൻറ് ചില ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം പിന്നെ അടച്ചുപൂട്ടലിലാണ്. അവ ചിലത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതിന് പുറമെ ഈ DHS പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അവർക്കുള്ള ബജറ്റ് ഏതാണ്ട് 2 ആഴ്ചത്തേക്കാണ് പാസ്സാക്കിയിരിക്കുന്നത്. ആ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ ഐസ് പിന്നെ നിലപാടുകളിൽ മാറ്റം വരുത്തണമെന്നാണ് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് മുഖംമൂടി വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല, ഈ ഐസ് ഉദ്യോഗസ്ഥർ പിന്നെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലാൻ പാടില്ല. അതുപോലെ തന്നെ അവർ ബോഡി ക്യാമറ ധരിക്കണം. അപ്പം പിന്നെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ചിത്രീകരിക്കപ്പെടും. അതുപോലെ തന്നെ ഈ ആളുകളെ ഓടിച്ചിട്ട് പിടിക്കുന്ന ആ സ്ഥിതി മാറ്റണം. അല്ലാതെ എല്ലാം ഡ്യൂ പ്രോസസ്, നിയമാനുസൃതമായ കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യാവൂ. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. അതിനാണ് ഈ 2 ആഴ്ചത്തെ സമയം കൊടുത്തിരിക്കുന്നത്. ആ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ആ ബജറ്റ് അവർക്കുള്ള പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്കും ഐസിനുമൊക്കെയുള്ള ആ ബജറ്റ് പിന്നീട് പാസ്സാക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ മാറ്റങ്ങൾ പിന്നെ അതായത് ഈ ബജറ്റ് സംബന്ധിച്ചുള്ള ഈ മാറ്റങ്ങൾ പിന്നെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഐസിൻ്റെ നിലപാടുകളിൽ ഒരുപക്ഷെ മാറ്റം വരുത്താൻ ഇതിന് കഴിഞ്ഞേക്കും എന്ന് തോന്നുന്നു.